ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യമാരാണ് കൗസല്യ, കൈകേയി, സുമിത്ര. ഇതിൽ കൗസല്യയുടെയും ദശരഥൻ്റെയും മകനായ ശ്രീരാമനാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ശ്രീരാമനെ വലിയ ഇഷ്ടമാണ്. അവർക്കെല്ലാം രാമൻ അടുത്ത രാജാവാകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ശ്രീരാമനെ ദശരഥൻ രാജാവാക്കാൻ തീരുമാനിച്ചപ്പോൾ കൈകേയിക്ക് തൻ്റെ ദാസിയായ മന്ത്രയുടെ വാക്ക് കേട്ട് സ്വന്തം മകനായ ഭരതൻ ആരുമല്ലാതെയായി തീരുമെന്ന് ഒരു ഭയം. അതായത് ശ്രീരാമൻ രാജാവായാൽ തൻ്റെയും ഭരതൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ. ഇത് ഒഴിവാക്കാൻ വേണ്ടി പണ്ട് ദശരഥ മഹാരാജാവിന് ഒരു ആപത്ഘട്ടത്തിൽ കൈകേയി രക്ഷിച്ചതിന് പകരമായി അദ്ദേഹം നൽകിയ 2 വരങ്ങൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ കൈകേയി തീരുമാനിച്ചു. ആദ്യത്തെ വരമായി കൈകേയി ആവശ്യപ്പെട്ടത് ഭരതനെ രാജാവാക്കണമെന്നാണ്. രണ്ടാമതായി ആവശ്യപ്പെട്ടത് ശ്രീരാമനെ 14 വർഷം വനവാസത്തിന് അയക്കണമെന്നാണ്. ഈ വരങ്ങൾ കൈകേയി ആവശ്യപ്പെട്ടപ്പോൾ ദശരഥ മഹാരാജാവ് ആകെ വിഷമത്തിലായി. മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുമെന്ന് ദശരഥൻ പറഞ്ഞു നോക്കിയെങ്കിലും കൈകേയി വഴങ്ങിയില്ല. അങ്ങനെ തൻ്റെ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാനായി ശ്രീരാമൻ വനവാസത്തിന് പോകാൻ തയ്യാറായി. അദ്ദേഹത്തെ പത്നിയായ സീതാദേവിയും ശ്രീരാമൻ്റെ മറ്റൊരു സഹോദരനായ ലക്ഷ്മണനും അനുഗമിച്ചു.